ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം SFIയോടാണ്. SFI TP ശ്രീനിവാസനെ അന്ന് തല്ലിയതിന് ഒരു മാപ്പ് പറയുമോ എന്നുള്ള ചോദ്യം കേരളീയ പൊതുസമൂഹം ഈ വിഷയത്തിൽ ഉയർത്തുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം അന്നത്തെ ആ പരിപാടിയിലേക്ക് പ്രതിഷേധവുമായി പോയി ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ വൈസ് ചെയർമാനായ TP ശ്രീനിവാസനെ കോവളത്തെ ആഗോള വിദ്യാഭ്യാസ സംഗമത്തിലെ പ്രതിഷേധത്തിനിടയിൽ തല്ലിയതിന് അത് ന്യായമായും പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്ന ചോദ്യമാണ്. അന്ന് തല്ലിയ SFI, അതേ SFIയുടെ പാർട്ടിയായ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ അവരിങ്ങനെയൊരു നയമാറ്റത്തിലേക്ക് പോകുമ്പോൾ അന്ന് തല്ലിയതിലും നയമാറ്റമുണ്ടോ? അതിലൊരു അപ്പോളജിയെങ്കിലും പറയേണ്ടതല്ലേ? അന്ന് തല്ലിയത് ഞങ്ങൾക്ക് തെറ്റിപ്പോയി, അങ്ങായിരുന്നു ശരി എന്ന് TP ശ്രീനിവാസനോട് പറയാൻ SFIയോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവോ തയ്യാറാകുമോ എന്ന ഒരു കാര്യം അവിടെ അവശേഷിക്കുകയാണ്. ഇവിടെ ഉണ്ണിസാർ സൂചിപ്പിച്ചതുപോലെ രാജ്യത്താകമാനം സ്വകാര്യ സർവകലാശാലകൾ വരികയും അവ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വർക്കിംഗ് മോഡലുണ്ട്. ഇനിയിപ്പോൾ കേരളമായിട്ട് അങ്ങനെ ഒരു മോഡൽ കാണിച്ചു തരേണ്ട കാര്യമൊന്നുമില്ല. രാജ്യത്ത് ഉടനീളമായി 430 സർവകലാശാലകളുണ്ട്. അതിൽ ചിലതാണ് കേരളത്തിലേക്ക് വരാനും ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. ആ സർവകലാശാലകളൊക്കെ നല്ല രീതിയിൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുത്തുകൊണ്ട് തന്നെ അവിടെയൊക്കെ വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ ഫാക്കൽറ്റി ഒക്കെ നല്ല ഫാക്കൽറ്റിയൊക്കെയായി പ്രവർത്തിക്കുന്ന ഒരുപാട് നല്ല സർവകലാശാലകളുണ്ട്. ഇപ്പോൾ എടുത്തു പറഞ്ഞ സർവകലാശാലകൾ അത് കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് കുട്ടികൾക്ക് പ്രയോജനമാകും. അതുകൊണ്ട് തന്നെ ഈ ഒരു മാറ്റത്തിലേക്ക് ഇടത് സർക്കാർ പോയത് നന്നായി എന്ന് കരുതുന്ന ആളാണ് ഞാൻ. പ്രത്യേകിച്ചും ഗുണനിലവാരം, ജോലി സാധ്യത, ഇത് രണ്ടുമാണ് ഒരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ ആരായാലും. ഇപ്പോൾ നമ്മുടെ മക്കളെ നമ്മൾ വിടുമ്പോഴായാലും എപ്പോഴും ആ ഒരു ഗുണനിലവാരമാണ്, അത് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോഴായാലും ഗുണനിലവാരമാണ് നോക്കുക.